ഇതെന്റെ വീടാ. തിരുമുറ്റത്ത് തനിക്ക് ശരിയെന്ന് തോന്നുന്നത് താൻ ചെയ്യുമെന്ന് ആതിര. എനിക്ക് എന്റേതായ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് പകരം ഇവിടേക്ക് വന്നൊരാളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഉണ്ണിക്കുട്ടനെ കാണാൻ ഓഫീസിലെത്തുന്ന സ്റ്റെഫി. ഞാനും സുറുമിയുടെ വന്ന് യാത്ര ചോദിക്കാൻ. വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന ജയനും സുറുമിയും യാത്ര പറയാനായി ഇറങ്ങിപ്പോയവനല്ലേ. തുടർന്ന് കാണുക. ബഹ്റിനിലേക്കോ ഉഗാണ്ടയിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ. ചേച്ചി, ജയേട്ടന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിച്ചേക്കണം. എന്റെ സുറുമി ഇഷ്ടക്കുറവ് എനിക്കല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്, ചേച്ചിക്കല്ലേ. ചേച്ചി, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, വലിയേട്ടനെയും കനിയേട്ടത്തെയും ജീവിക്കാൻ അനുവദിക്കണം, കേട്ടല്ലോ. കനിയേട്ടത്തി ഒരു സാധുവാണെന്ന് കരുതി ആ പാപത്തിന്റെ മേൽ മെക്കിട്ട് കയറാൻ നിൽക്കരുത്. ആരോടാ നീ സംസാരിക്കുന്നറിയോ? ഇത് തന്നെ ചേച്ചിയുടെ കുഴപ്പം. ചേച്ചി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈ വീട്ടിൽ ചേച്ചി ആരും അല്ലാതായിരിക്കുക. അതോർത്താ ചേച്ചിക്കൊള്ളാം. അല്ല, കുഞ്ഞാണിനിപ്പോ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലേ? അളിയ പറയുന്നോണ്ട് എന്റെ പൊന്നളിയൻ ഒന്നും തോന്നരുത്, കേട്ടാ. അളിയനൊന്നും മേലനങ്ങി പണിയെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുള്ളൂ. പിന്നെ ഒരു ജോലിയും വരുമാനവും ഒക്കെ ഉണ്ടെങ്കിലേ അളിയ ഈ അന്തസ്സം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിനൊരുറപ്പ് വരും. ഇങ്ങോട്ട് നോക്കിയേ, ഈ പെണ്ണ് വീട്ടിലെ ചോറിന്റെ രുചി എന്ന് പറയുന്നത് അത്ര നല്ലതൊന്നും അല്ല. എന്റെ അമ്പിളിയേട്ടനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ചൂലെടുത്ത് അടിക്കുന്നില്ല ഞാൻ. ഇത്രയും വീരവാദമൊക്കെ നീ മുഴക്കല്ലോടാ. എന്നിട്ട് നീ ഇപ്പൊ കേറി പോകാൻ പോകുന്നതേ നിന്റെ പെണ്ണു വീട്ടുകാരുടെ ഔദാര്യത്തിലല്ലേ? ജയനെ അങ്ങനെയുള്ള ഒരാളല്ല ചേച്ചി. നല്ല അന്തസ്സായിട്ട് ജീവിക്കാൻ അറിയാവുന്ന ഒന്ന് രണ്ട് തൊഴിലുകൾ എനിക്കറിയാം. പിന്നെ സുറുമി, അവക്കും അവിടെ വെറുതെ ഒന്നും ഇരിക്കേണ്ടി വരത്തില്ല. ഒരു ജോലി തന്നെ വെച്ച് നമ്മുടെ അന്തസ്. വീട്ടിലിരുന്നൊരു കൈപ്പണി ചെയ്താലും കിട്ടും ആ അന്തസ്. ശരിയാ, കുഞ്ഞളിയൻ അപ്പറഞ്ഞത് കറക്റ്റാ. വീട്ടിലിരുന്ന് മെഴുകുതിരി ഉണ്ടാക്കി 10,000 സമ്പാദിക്കാൻ ഞാൻ ഇവളോട് പറഞ്ഞതാ. എവിടെ കേൾക്കാൻ? അമ്പിളേട്ടാ, ഇവനോട് നിങ്ങൾ സംസാരിക്കണ്ട. ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയതാ. അതെ, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥത സമാധാനമുണ്ട്. വലിയേട്ടൻ ചേച്ചി ഇവിടുന്ന് പുറത്താക്കിയാലേ വലിയേട്ടൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. കനിയേട്ടത്തെയും മണിക്കുട്ടിയും ചേച്ചി ഇവിടെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ബഹ്റിനിൽ നിന്ന് പറഞ്ഞ ഇവിടെ വരും. അച്ഛന്റെയും വലിയേട്ടന്റെ അനുവാദത്തോടെ ചേച്ചി ഇവിടെ ഞാൻ പുറത്താക്കും. ഞങ്ങൾ ഇറങ്ങുക. ചേച്ചിയോട് സ്നേഹപൂർവ്വം യാത്ര ചോദിച്ചായിട്ട് ചേച്ചി ഞാൻ കൂട്ടിക്കും. സുറുമി വാ. അളിയ പോട്ടെ. ആട്ടെ ചേച്ചി, വിശേഷങ്ങൾ എന്തുണ്ടെങ്കിലും അറിയിക്കാൻ മടിക്കരുത്. ഞങ്ങൾ ഇറങ്ങട്ടെ. ഈ രണ്ടെണ്ണം അവിടെ എത്താതെ പോണം. എത്രയോ ഫ്ലൈറ്റ് കാണാതാവുന്നു. ഈ രണ്ടെണ്ണം പോണ ഫ്ലൈറ്റ് കടലിൽ തപ്പിയ പോലും കാണരുത്. അല്ലടി അതിരെ, ആ പോയത് നിന്റെ കുഞ്ഞനിയനും നാത്തൂനും തന്നെയല്ലേ? കുഞ്ഞനിയൻ ഒന്ന് പോ മനുഷ്യ. എങ്ങോട്ട്? ബഹ്റിനിലേക്ക്. ഒന്ന് കേറി പോകുന്നുണ്ടോ? അപ്പൊ ഞാൻ പോണം. പോവാൻ. ശരി, പോവാ. എന്താ അതിരെ? ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്ത്? അവളവിടുന്ന് ഇറക്കി വിട്ടോ? അവളിപ്പോഴും അരമനെ തന്നെയാ. പിന്നെന്താ നിന്റെ ഹാപ്പി ന്യൂസ്? നമ്മുടെ മുന്നിലെ ഒരു വലിയ തടസ്സം ഈ രാജ്യം വിട്ടു പോവുക. എന്റെ കുഞ്ഞനിയൻ ജയൻ. അവൻ അവന്റെ പെണ്ണിനെയും കൊണ്ടേ ബഹ്റിനിലേക്ക് പോവുക. യാത്ര ചോദിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. തിരുമുറ്റത്തിപ്പോ എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. നിന്റെ അനിയൻ ഗൾഫിൽ പോകുന്നു, ബാംഗ്ലൂരിൽ നിന്ന് വന്നിറങ്ങിയവന് കമ്പനിയിൽ ജോലി കൊടുക്കുന്നു. നിങ്ങളെല്ലാരും സന്തോഷിക്കും. ഇവിടെ എന്റെ സൂര്യേട്ടൻ ജയിലിലാണെന്ന ബോധം നിങ്ങൾക്കാർക്കും ഇല്ലല്ലോ. എനിക്കും എന്റെ അമ്പിളിയേട്ടനും ആ ബോധം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ സന്തോഷങ്ങളിലൊന്നും ഞങ്ങൾ പങ്കുചേരാത്ത. നീ ആർക്കാ ഇപ്പൊ കൊട പിടിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താ തനുജേടത്തി അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്റെ കൂടെപ്പിറപ്പിനെ പ്രാഗിയെ വിട്ടത് അതറിയോ? എന്തുകൊണ്ടാ? അവൻ നമ്മുടെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും തടസ്സമായതുകൊണ്ട്. കനിയെയും അവളുടെ ആ പൊട്ടിപ്പെണ്ണിനെയും നമുക്കിവിടുന്ന് പുറത്താക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു നല്ല സൂചനയേത്. ജയന്റെയും ആ പെണ്ണിന്റെയും ഗൾഫിൽ പോക്ക്. ഹലോ ഹലോ അച്ചോ.
എടി എടി നീ ഇതെന്തൊക്കെയാ കാണിക്കുന്നേ? ഇത് അടുക്കളയാ, അല്ലാതെ ബെഡ്റൂം അല്ല. ആരെങ്കിലും ഒക്കെ കാണും. അല്ല, ഈ അടുക്കളയെ കൊണ്ടുവന്ന് നീ എന്നെ എന്ത് ചെയ്യാൻ പോവാ? അയ്യടാ, നിങ്ങളെ ടൗൺ വരെ ഒന്ന് പോണം. അയ്യേ, ടൗണിലോ? ഈ രാത്രിയിലോ? എന്തിന്? ഇത് പിടിക്ക. പിടിച്ചു. ഇതെന്ത് പിടിക്കാനാ? ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയോ? ശരിക്കും നിനക്ക് എന്താ പറ്റിയേ? അമ്പിളേട്ടാ, നിങ്ങൾ പോയി ഞാൻ പറഞ്ഞത് വാങ്ങിട്ട് വാ. അപ്പോ ഇന്നിവിടെ അത്താഴൊന്നുമില്ലേ? ഉണ്ട്. പിന്നെന്തിനാ ചപ്പാത്തി ചിക്കൻ ഫ്രൈയും? നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാ മതി. കേട്ടു. നിനക്കിപ്പോ എന്താ വേണ്ടത്? ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ. എനിക്കും അതിന് മതി. ഞാനേ ഇപ്പൊ വാങ്ങി വരാം. പിന്നെ വിളിച്ചു കൂവിയൊന്നും പോണ്ട. ആരുടെയും കണ്ണിപ്പെടാതെ വേണം അത് മുറിയിലെത്തിക്കാൻ. എത്തിക്കാം. പക്ഷെ അതിരെ ഈ ചിക്കൻ ഫ്രൈയുടെ മണം എങ്ങാനും അടിച്ചാലോ? ഒന്ന് പോയിട്ട് വാ മനുഷ്യ. ഓക്കേ ഓക്കേ. അടുക്കളയിൽ കിടന്ന് ബുദ്ധിമുട്ടി അവളുണ്ടാക്കിയ കറികള്. ഇന്നങ്ങനെ ഇവിടെ ആരും അത്താഴം കഴിക്കണ്ട. വല്യേട്ടനും ഏഞ്ചലും സഹിതം എല്ലാവരും ഒന്ന് പട്ടിണി കിടക്കട്ടെ. കനിമ, എനിക്ക് ഒത്തിരി വിശക്കുന്നു. മണിക്കുട്ടീന്ന് തനിയെ കഴിക്കണം. പറ്റോ? കഴിക്കാം. കനിമ, ഇന്നെനിക്ക് വാരിത്തരണ്ട കേട്ടോ. ഞാൻ തനിയെ കഴിക്കാം. എനിക്ക് ഒരു പാത്രം നിറയെ കഴിക്കണം. ഞാൻ മൊത്തം കഴിക്കും. ഇപ്പൊ തന്നെ മണിക്കുട്ടിയുടെ തടി കൂടിയിരിക്കുക. ഇങ്ങനെ പോയാ മണിക്കുട്ടി ഒരു ബലൂണ് പോലെ വീർത്തിരിക്കും. എനിക്ക് ബലൂൺ പോലെ ആയാ മതി. ഒട്ടും ബലൂൺ പോലെ ആയാ മതി. കനിമ, എനിക്ക് വേഗം താ. ഇപ്പൊ തരാം മണിക്കുട്ടി. കനി, അത്താഴം കഴിക്കാൻ ആതിരെ വിളിക്കേ. ആതിരെ കൂടെ ഇരുന്നിട്ട് വിളമ്പിയാ മതി. ശരി സാർ. ആതിരെ വിളിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഓ, ഇനിയിപ്പൊ ഞങ്ങൾ ഇരുന്നില്ലെങ്കിലും ഇവിടെ എല്ലാവർക്കും അത്താഴം ഇറങ്ങുമല്ലോ. അത്താഴപ്പട്ടിണി കിടത്താതിരുന്നാ മതി. ആതിരെ, അളിയനെവിടെ? അത് അമ്പിളിയേട്ടൻ ഒന്ന് പുറത്തു പോയിരിക്ക. കൂട്ടുകാരോ വിളിച്ചിട്ട് പോയതാ. അളിയനിവിടെ കൂട്ടുകാരോ? അത് പിന്നെ അമ്പിളിയേട്ടന് ഒത്തിരി കൂട്ടുകാരുണ്ട് വല്യേട്ടാ. ഒരു ദിവസം എത്ര വിളിയാ വരുന്നതെന്നറിയോ? ഈ രാത്രിയിലുള്ള കമ്പനിയൊന്നും അത്ര നല്ലതിനല്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ണീര് കുടിക്കേണ്ടി വരും. അമ്പിളെങ്കിലും ഇവിടെ ഇല്ലാത്ത നല്ലതാ പപ്പ. അമ്പിളെങ്കിലും ഇവിടെ ഇരിക്കുമ്പോ രാധപ്പച്ചയ്ക്ക് ഭയങ്കര സംസാരാ. ഇന്ന് രാവിലെ അപ്പച്ച എന്നെ, ഉണ്ണിക്കുട്ടേനെ, പിന്നെ എല്ലാവരും ഒത്തിരി വരക്ക് പറഞ്ഞു. ഉണ്ണിക്കുട്ടേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പപ്പ പോയത്. ഞങ്ങളും ഒത്തിരി കഴിച്ചോളൂ. അപ്പച്ചും അങ്കിളും ഒത്തിരി കഴിച്ചതായിരിക്കുന്നേ. ഉണ്ണിക്കുട്ടേട്ട ഒന്നും കഴിക്കാതെ പോയെന്ന് അപ്പൂപ്പൻ്റെ അപ്പച്ചയ്ക്ക് ഒത്തിരി വരക്കേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ അതിരെ ഇങ്ങനെ? കുട്ടികൾക്ക് പോലും നിന്നെ കുറിച്ച് നല്ലതൊന്നും പറയാനില്ലേ? എനിക്ക് വിഷമം ഉണ്ടായിട്ടാ വല്യേട്ടാ. ഉണ്ണിക്കുട്ടന് തിരുമുറ്റം കമ്പനിയിൽ ജോലി കൊടുത്തത് വല്യേട്ട അച്ഛനോട് പറഞ്ഞില്ലേ? എന്താ എന്നോടോ അമ്പിളിയേട്ടനോടോ പറഞ്ഞാല്? എന്നു മുതലാ വല്യേട്ടന് ഞങ്ങൾ അന്യരായത്? ഓ, അതാണോ കാര്യം? ഞാൻ ആരെയും അന്യരായിട്ട് കണ്ടിട്ടില്ല. അടുത്ത് നിൽക്കുന്ന ആരും അകന്നു പോവാതിരിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ വിട്ടേക്ക്. ഇനി അതിന്റെ പേരിലൊരു സംസാരം വേണ്ട. കനി, കറി ഒഴിക്ക. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, എല്ലാത്തിന്റെ അത്താഴവും മുടങ്ങാൻ പോവാ. അയ്യേ, എന്താ എന്താ മണിക്കുട്ടി? എന്തിനാ കറി ഒഴിച്ചേ? ഈ കറി കൊള്ളത്തില്ല. അയ്യേ. കനിയാൻറ്റി, മണിക്കുട്ടി പറഞ്ഞത് നേരാ. കറിക്ക് എന്തൊരു ഉപ്പ്.
നേരാ ചേച്ചി, ഉപ്പ് ഒത്തിരി കൂടിപ്പോയി. എന്താ കനി, ഇങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്? ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല സാർ. ഞാൻ ആവശ്യത്തിന് മാത്രമേ ഉപ്പിട്ടിരുന്നുള്ളൂ. എനിക്ക് ഉപ്പ് കറി വേണ്ട. അയ്യോ എനിക്ക് വിശക്കുന്നേ, ഞാനിപ്പൊ ചത്തു. മണിക്കുട്ടി, മോളെ, കനിമയ്ക്ക് കറി ഉണ്ടാക്കാൻ അറിയത്തില്ല. എന്തൊരു ഉപ്പ ഇതൊക്കെ. എനിക്ക് വിശക്കുന്നു കനിമ, എനിക്ക് വലുതും താ. ഈശ്വര, എന്റെ അമ്പിളിയേട്ടനിപ്പോ വിശന്ന് വലഞ്ഞു കയറി വരുമല്ലോ. ഞാൻ എന്തെടുത്തിട്ടാ കൊടുക്കുന്നേ? ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി. എനിക്ക് ഛർദിക്കാൻ വരുന്നു. ഒരു അബദ്ധം പറ്റിയ പോലും ഇങ്ങനെ ഉപ്പ് കൂടില്ല. ഇത് മനഃപൂർവ്വം ചെയ്തതാ. ഉണ്ണിക്കുട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ എഴുന്നേറ്റ് പോയതിന്റെ ദേഷ്യം ഉള്ളിൽ കിടക്കല്ലേ. ഞാനും എന്റെ അമ്പിളിയേട്ടനും അത്താഴം കഴിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാ കറിയിൽ ഇത്ര ഉപ്പ് വാരിയിട്ടത്. ആതിരെ, കറിയിൽ ഉപ്പ് കൂടിയതിന് നീ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. കനി ഇത്ര ശ്രദ്ധയില്ലാണ്ടായിപ്പോയല്ലോ. സാർ, കനിമ, എനിക്ക് വിശക്കുന്നു കനിമ, എനിക്ക് വിശക്കുന്നു. കറിയല്ലേ മണിക്കുട്ടി? എനിക്ക് വേണം, എനിക്ക് വിശക്കുന്നു കനിമ. മണിക്കുട്ടി, കനിച്ചേച്ചി, ഞാൻ പുറത്തുപോയി ഭക്ഷണം വാങ്ങിട്ട് വരാം. മണിക്കുട്ടി കരയണ്ട കേട്ടോ. ഒരു ഇത്തിരി നേരം ക്ഷമിക്ക്, ഞാൻ ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങിട്ട് വരാം. ഇല്ല, ഞാൻ ക്ഷമിക്കൂല. എനിക്ക് ഇപ്പൊ കഴിക്കണം, എനിക്ക് വിശക്കുന്നു. ഞാൻ ഇറങ്ങാ കനിച്ചേച്ചി. മോളെ, എനിക്ക് വിശക്കുന്നു കനിമ. മണിക്കുട്ടി കരയാതിരിക്കേ, മണിക്കുട്ടിയുടെ ഇപ്പൊ വരും. ഇല്ല, ഞാൻ കരയും. എനിക്ക് വിശക്കുന്നു കനിമ, എനിക്ക് വിശക്കുന്നു കനിമ. കനിമ, എനിക്ക് വിശക്കുന്നു കനിമ. മോള് കരയല്ലേ? എനിക്ക് വിശക്കുന്നു കനിമ. കരയാതെ മണിക്കുട്ടി. പൊറോട്ട, ചിക്കൻ. ഉണ്ണിക്കുട്ടൻ സാർ എങ്ങോട്ടാണ് ഈ രാത്രി? ടൗണിലേക്ക്. ഹോട്ടലിന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണം. എന്താ ഇവിടുത്തെ അത്താഴം സാറിന് പിടിക്കില്ലേ? അയ്യോ അതല്ല, ഇവിടെ ചെറിയൊരു പണി കിട്ടി. ഓ, വീണ്ടും പണി കിട്ടിയോ? ഒരാൾക്ക് 2 പണിയോ? ഓ, അപ്പൊ ഒടുക്കത്തെ സാലറി ആയിരിക്കല്ലോ. അല്ല, എന്താണ് ഇപ്പൊ കിട്ടിയ ചെറിയ പണി? ചേട്ടൻ ഉദ്ദേശിക്കുന്നതല്ല, കഴിക്കാനുള്ള കറിയിൽ ഉപ്പ് കൂടി. ആർക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. ആ, അതാണോ പണി? മണിക്കുട്ടി വിശന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഹോട്ടലിൽ പോയി എന്തെങ്കിലും വാങ്ങിട്ട് വരാം. ശരി. കറിയിൽ ഉപ്പ് കൂടി, സകലതിന്റെ അത്താഴം മുടങ്ങി. മുടങ്ങിയതല്ല, മുടക്കിയതാണെങ്കിലോ? പക്ഷേ ആര്? പൊറാട്ടയും ചിക്കൻ ഫ്രൈ ആരും കാണണ്ട. ഓ, അതിരെ ദാ നല്ല പൊരിച്ച കൂടിയും ചപ്പാത്തിയും പിടിക്ക്. പിന്നെ ഡൈനിങ് ഹാളിലേക്ക് പോണ്ട. ആ പിള്ളേരെ കണ്ട് ഇറങ്ങി വന്നാലേ അവർക്കും കൊടുക്കേണ്ടി വരും. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. പിന്നെ ലെഗ് പീസ് എനിക്ക് തരണം കേട്ടോ. അല്ല അതിരെ, ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ആലോചിക്കായിരുന്നു. എന്ത്? വേറൊന്നുമല്ല, അത്താഴത്തിനുള്ള കറിയിലെ ഇത്രയും ഉപ്പ് എങ്ങനെ കൂടിയെന്ന്. ശാന്തിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല, കനിയേട്ടത്തിക്കാണെങ്കിൽ അബദ്ധമേ പറ്റില്ല. പിന്നെ അടുക്കള കാര്യങ്ങൾ നോക്കുന്നത് നീയാ. നേര് പറ, കറിയിൽ ഉപ്പ് വാരിട്ടത് നീയാണോ? ആണെങ്കിൽ അപ്പൊ ശരിക്കും നീ തന്നെയാണോ പ്രതി? അതെ, അത്താഴത്തിനുള്ള കറികൾ ഉണ്ടാക്കിയത് അവളാണെങ്കിലും അതിൽ ഉപ്പ് വാരിയിട്ടത് ഞാൻ തന്നെയാ. എന്താ അമ്പിളിയേട്ടന് വിശ്വാസം വരുന്നില്ലേ? വന്നു. നീ എന്റെ മുന്നിൽ കുമ്പസരിച്ചതോടെ എനിക്ക് വിശ്വാസം വന്നു. കുമ്പസരിക്കാനോ? ഞാനോ? എന്തിന്? 4 നേരം രാജകീയമായ ഭക്ഷണം കിട്ടുന്നോണ്ടാണല്ലോ അവളും ആ പൊട്ടിപ്പെണ്ണും ഇവിടെ കയറി കിടക്കുന്നത്. ആ, അത് നേരെ. പള്ളിമേടയിലാണെങ്കിലേ അപ്പൊ ഉരുളക്കിഴങ്ങ് സ്റ്റൂ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എന്നോടൊരു ബ്രദർ പറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യത്തിൽ വന്നിരുന്നതാ അത്താഴ ഊട്ടാൻ.
എന്നിട്ട് ഏമ്പക്കം വിട്ട് അരമനെ കയറി കിടന്ന് ഉറങ്ങാന്ന് കരുതി. ഇന്ന് അവളും അവളുടെ പൊട്ടിപ്പെണ്ണും ഉറങ്ങില്ല. വിശപ്പ് കൊണ്ട് തലകുത്തി മറിയുന്നത് എനിക്ക് കാണണം. വയറ്റിന് വല്ലതും കിട്ടാതാവുമ്പോഴെങ്കിലും അവൾ അതിനെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങുമെന്ന് നോക്കാം. ഓ, അവരുടെ വിശപ്പിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടാവും. ആ പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ആ ഉണ്ണിക്കുട്ടനെ നമ്മുടെ മുറ്റത്ത് നിന്ന് കണ്ടു. അവനോട് പറഞ്ഞത് ഹോട്ടലിലേക്കാ പോണെന്നാ, പാർസൽ മേടിക്കാനേ. രണ്ടാം കെട്ടിയോളും പൊട്ടിപ്പെണ്ണും പട്ടിണി കിടന്നാലേ വെല്ലുവിളിന് ഉറക്കം വരില്ലല്ലോ. എന്തായാലും നീ ഉപ്പ് വാരിട്ട് നന്നായി. ഇന്നെങ്കിലും വായ്ക്ക് രുചിയായിട്ട് വെളിയിൽ നിന്നൊരു ഭക്ഷണം കഴിക്കാൻ. അല്ല, നിനക്ക് നല്ല കൈപ്പുണ്യ, പക്ഷേ എന്നാലും ആ പഴയ ടേസ്റ്റ് ഇപ്പൊ ഇനി അത് ഉണ്ടാവാനും പോകുന്നില്ല. അടുക്കളയിൽ നിൽക്കുമ്പോ പോലും എന്റെ മനസ്സ് കിടന്ന് അലട്ടുക. ഈ തിരുമുറ്റം വീടിന്റെ പരമാധികാരം മൊത്തം അവളുടെ കയ്യിലേക്ക് എടുത്തു വെച്ച് കൊടുത്താ പിന്നെ നമ്മൾ പെരുവിടിയിലായില്ല അമ്പിളിയേട്ടാ. വലിയ ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചിട്ടൊന്നും കാര്യമില്ലാതിരെ. എന്റെ വെല്ലുവിളിനെ പെണ്ണ് എന്താണോ ഏതാണോ ഒന്നും പഠിച്ചിട്ടില്ല. അതൊക്കെ ഞാൻ നിന്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, എന്തിന് നീ കാട്ടുന്ന സകല തെമ്മാടിത്തരങ്ങൾക്കും ഞാൻ കൂട്ടു നിൽക്കുന്നില്ലേ? അല്ല, അത് പിന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും ബഹുമാനിക്കുന്നതുകൊണ്ടും അക്ഷരം പ്രതി അനുസരിക്കുന്നോണ്ടാണല്ലോ. നീ പുച്ഛിച്ചോ? നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളാണെങ്കിൽ എന്നെ പൂവിട്ട് പൂജിച്ചേ. എന്റെ അമ്പിളിയേട്ടാ, ഞാൻ നിങ്ങളെ പൂവല്ല പൂമാല ഇട്ട് വേണമെങ്കിലും പൂജിക്കാം. കനിയെയും അവളുടെ ആ കണ്ണുപൊട്ടി പെണ്ണിനെയും ഈ വീട്ടിൽ നിറക്കാൻ ഞാൻ ഈ കാണിക്കുന്നത് പോലുള്ള എന്തെങ്കിലും തന്ത്രങ്ങള് നിങ്ങളും പ്രയോഗിക്ക്. സൂര്യേട്ടനൊന്ന് ജയിലിൽ നിറങ്ങിക്കോട്ടെ. ഒരു ഭാഗത്തുനിന്ന് സൂര്യേട്ടനും തനിചേട്ടത്തിയും തുടങ്ങിക്കോളും, മറുഭാഗത്തുനിന്ന് ഞാനും അമ്പിളിയേട്ടനും. നമ്മളെ സഹിക്കാൻ കഴിയാതാവുമ്പോ അവൾ അവളുടെ പുന്നാരം മണിക്കുട്ടിയെയും കൊണ്ട് വല്യേട്ടൻ പോലും അറിയാതെ ഏതെങ്കിലും പാതിരാക്കി ഇവിടുന്ന് സ്ഥലം വിടും. പിന്നെ ഈ കാണുന്ന സ്വത്തുവകകളൊക്കെ വീതം വെച്ചെടുക്കാൻ ഞാനും സൂര്യേട്ടനും മാത്രമേ ഉണ്ടാവൂ. അല്ല, അപ്പൊ കുഞ്ഞളിനോ? അവനൊരു പങ്കു ചോദിക്കില്ലേ? അവൻ അവന്റെ പെണ്ണിനെ കൊണ്ട് ഗൾഫിലേക്ക് പോയിരിക്കുവല്ലേ. ഇനി അവനെ വേണമെങ്കിൽ അവന്റെ പെണ്ണു വീട്ടുകാർ നോക്കിക്കോളും. ആ, അത് ശരിയാ. എന്നെ ഇവിടെ ഉള്ളവര് നോക്കുന്ന പോലെ അല്ല അതിനെ. പിന്നെ എനിക്ക് വിശക്കുന്നു. നീ ആ പൊതി എടുക്കുന്ന നമുക്ക് കഴിക്കാം. നല്ല ചൂടുള്ള ചിക്കൻ പീസാ. അമ്പിളിയേട്ടൻ കഴിച്ചു, എനിക്ക് വിശപ്പില്ല. അയ്യോ, അങ്ങനെ പറയല്ല അതിരെ. വായിരിക്കും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. കഴിക്കാം അമ്പിളിയേട്ടാ. വാ അമ്പിളിയേട്ടൻ കഴിക്കും, ഞാൻ വരാം. വരണേ. ആതിരേ, ആതിരേ. അവളാ വിശന്നിട്ട്. പിന്നെ ഞാനിത് ഒന്നും കൊടുക്കൂലേ. ആതിരേ, നിങ്ങളെ ഇതെല്ലാം കൂടി വേഗം ഒന്ന് ഒളിപ്പിക്കേ. ഞാൻ ഒളിപ്പിക്കാം. നീ ചെല്ല് ചെല്ല്, തുറന്നു. ഉണ്ണിക്കുട്ടൻ എല്ലാവർക്കും ഉള്ള ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്. നിങ്ങളും വാ, കഴിക്കാം. വിശന്ന് കിടക്കണ്ട. ഓ, ഒരു നേരം കഴിച്ചില്ലാന്ന് വെച്ച് ഞങ്ങള് ചത്തുപോകത്തൊന്നുമില്ല. അയ്യോ, അത്താഴം കഴിക്കാതെ കിടന്നാൽ എങ്ങനെയാ? ഞങ്ങൾക്കിതൊന്നും ശീലമില്ലാത്തതാ. പക്ഷേ ഞങ്ങളൊന്നും കഴിക്കണ്ടെന്ന് ചിലര് തീരുമാനിച്ചാ പട്ടിണി കിടന്നല്ലേ പറ്റൂ. അങ്ങനെ പറയില്ലേ ആതിരേ, ഇതെല്ലാവർക്കും കൂടെ കഴിക്കാം. ഞങ്ങളുടെ വിശപ്പ് ചത്തു. കനിയെടുത്ത് ചെല്ല്. എല്ലാരും കൂടി മൂക്കുമുട്ട തിന്നിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. മണിക്കുട്ടി ഏഞ്ചലും കുട്ടികളല്ലേ, അവർക്ക് നമ്മളെപ്പോലെ വിശപ്പ് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വാങ്ങിപ്പിച്ചതാ. കുട്ടികളുടെ പേര് പറഞ്ഞാണല്ലോ ഇവിടെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഞാൻ ഒരു നേരം ഉണ്ടില്ലെങ്കിൽ വല്യേട്ടൻ ഭക്ഷണവുമായിട്ട് മുറിയിൽ വന്ന് കയറി എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുമായിരുന്നു. അതൊരു കാലം. ഇപ്പോ അതൊക്കെ മാറിയില്ലേ? വല്യേട്ടൻ തന്നെ ആളാകെ മാറി. പിള്ളേര് ക്ഷമ കിടുന്നതിന് മുൻപ് കനിയെടുത്ത് ഇത് കൊണ്ടുപോയി വിളമ്പ്. ഇനി ഇവിടെ നിന്നാ വിശപ്പ് കൊണ്ട് ഞാൻ വല്ലതും വിളിച്ചു പറഞ്ഞു എന്ന് വരും.
മനസ്സിനൊരു സുഖവും തോന്നുന്നില്ല. ഓരോ ചിന്തകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. സൂര്യന്റെ റിമാൻഡ് കാലാവധി തീരാറായിട്ടുണ്ടാവും അല്ലേ? 14 ദിവസമല്ലേ ചാ, ഏതാണ്ട് തീരാറായിട്ടുണ്ട്. അന്നേരത്തെ ഒരു ദേഷ്യത്തിന് അവനെ തിരിഞ്ഞു നോക്കേണ്ടതെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വന്നു. ഇപ്പോൾ ചിന്തിക്കുമ്പം തോന്നുന്നു അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന്. അവിവേകവും അറിവില്ലായ്മയും കൊണ്ട് അവൻ കാട്ടിയിട്ടുള്ള പല തെറ്റുകളോടും പണ്ടേ ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും എനിക്കങ്ങനെ ആകാമായിരുന്നു. എന്തോ സൂര്യൻ ഓർത്തെനിക്ക് വല്ലാതെ മനസ്താപം തോന്നുന്നു. സൂര്യന്റെ കാര്യത്തിൽ അന്ന് അച്ഛൻ അങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ നിങ്ങളെ നേരും നന്മയല്ലാതെ മറ്റൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ കള്ളവും ചതിയും അത്യാർത്ഥിയും ഒക്കെ അവൻ എവിടെ നിന്ന് പഠിച്ചു എന്നും എനിക്കറിയില്ല. ബിസിനസ്സിൽ നിനക്ക് മുകളിലെത്തണമെന്ന് അവൻ പല ആവർത്തി എൻ്റെ മുന്നിൽ വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉശിരിനും ഊർജത്തിനും ഞാൻ ആക്കം കൂട്ടിയിട്ടേ ഉള്ളൂ. പോക്ക് വളഞ്ഞ വഴിയിലായതുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു. പുറത്തു വരുന്നത് കളങ്കമില്ലാത്തൊരു മനസ്സോടെയാണോ അതോ നിന്നോടും എന്നോടും ഉള്ള പക മൂത്തിട്ടാണോ എന്ന് പറയാൻ കഴിയുന്നില്ലല്ലോ ഹരി.